നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. ഏതൊരു ജീവിക്കും ജീവിക്കാൻ അത്യാവശ്യം വേണ്ട 3 കാര്യങ്ങളാണ്: വായു, വെള്ളം, ഭക്ഷണം. എന്നാൽ കഷ്ടകാലത്തിന് ഇത് 3ഉം ശരിയായിട്ട് എങ്ങനെയാണ് ലൈഫിൽ പ്രാവർത്തികമാക്കേണ്ടത്, ഉപയോഗിക്കേണ്ടത് പലർക്കും അറിയില്ല. എക്സാമ്പിൾ, നമുക്ക് വായുവിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. എങ്ങനെയാണ് ശ്വാസം വലിക്കേണ്ടത്? എല്ലാവർക്കും അറിയാമോ ശ്വാസം വലിക്കേണ്ടത്? മൂക്കിലൂടെ ശ്വാസം വലിക്കുന്നു, ചിലർ വായിലൂടെ വലിക്കും. ഓടിത്തളർന്ന കുട്ടികളൊക്കെ വായിലൂടെയൊക്കെ ശ്വാസം വലിക്കുന്നത് കാണാം. എങ്ങനെയാണ് ഈ ശ്വാസം വലിക്കേണ്ടത്? എന്താണ് ഇതിന്റെ ഉദ്ദേശം? ശരി, നമ്മളുടെ ഈ വായുവിലുള്ള ഓക്സിജൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ്, അതിൽ വളരെ കുറച്ച് ഓക്സിജനാണുള്ളത്. ആ ഓക്സിജൻ നമ്മുടെ മൂക്കിലൂടെ പോകുന്ന വായുവിലൂടെ അകത്ത് ചെന്ന് നമ്മുടെ സൗണ്ട് ബോക്സിന്റെ ഉള്ളിലൂടെ, വോക്കൽ ഫോൾഡിന്റെ നടുവിലൂടെ ട്രക്കിയ എന്ന് പ്രൈമറി ബ്രോങ്കസ്, സെക്കൻഡറി ബ്രോങ്കസ് കുഴലിൽ തിരിഞ്ഞ് നമ്മളുടെ അറ്റങ്ങളിലെത്തുമ്പോൾ അത് എയർ സാക്കുകൾ, ആൽവിയോളൈ, അതിലേക്ക് പോകുന്നു. ഒരു എല്ലപ്പൊഴിഞ്ഞ് നിൽക്കുന്ന മരത്തിന്റെ ചില്ലകളിൽ ബലൂൺ ഇട്ടതുപോലത്തെ അവസ്ഥ മനസ്സിൽ കാണാം. പൂത്തു നിൽക്കുന്ന ഒരു മരം പോലെ ഇങ്ങനെ കാണാം. ആ മരം തലകീഴായിട്ട് പിടിച്ചിട്ടെങ്കിൽ ട്രക്കിയ, ബ്രോങ്കസുകൾ, പിന്നെ എയർ സാക്കുകൾ. ഇതിൽ ഈ ട്യൂബ്യൂൾസിന്റെ എല്ലാം അകത്ത്, ബ്രോക്യൂൾസിന്റെയും ബ്രോങ്കസിന്റെയും ട്രക്കിയുടെ എല്ലാം കൂടെ അകത്ത് ഏകദേശം 1.5 ലിറ്ററോളം വായു കൊള്ളുന്നതാണ് വെപ്പ്. ആ കുഴലിന്റെ ഭിത്തികളിലൂടെ ഓക്സിജൻ രക്തത്തിലേക്ക് കലങ്ങില്ല. ആ കുഴലിൽ കഴിഞ്ഞ് എയർ സാക്കുകളുടെ അകത്ത് ചെന്ന് കഴിയുമ്പോഴാണ്, അവിടെയാണ് ഓക്സിജൻ രക്തത്തിലേക്ക് പോയി, ഓക്സിജൻ പോയിട്ട് റെഡ് ബ്ലഡ് സെൽസിൻ്റെ അകത്ത് കയറി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. ഹീമോഗ്ലോബിൻ്റെ അകത്ത് ഓക്സിജൻ കയറിയിട്ട് അത് രക്തത്തെ കൊണ്ട് ഒഴുകിപ്പോയി ഹൃദയത്തിൻ്റെ ഇടതുവശത്ത് ചെന്നു. അവിടെ നിന്ന് എല്ലാ കോശങ്ങളിലും പോയി ഓക്സിജൻ കൊടുക്കുന്നു. തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഹൃദയത്തിൻ്റെ വലതുവശത്ത് വരുന്നു. അത് അവിടെ നിന്നും പൾമണറി ആർട്ടറി വഴി ശ്വാസകോശത്തിൽ വന്നിട്ട് ഈ ആൽവിയോളെ, എയർ സാക്കിൻ്റെ അകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. സോ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ ഓക്സിജനിലെ വായു അകത്തേക്ക് ചെല്ലുന്നു, കാർബൺ ഡൈ ഓക്സൈഡിലെ വായു പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ ആ 1.5 ലിറ്ററാണ് കുഴലുകളുടെ കപ്പാസിറ്റി എന്നുള്ളതൊന്ന് മനസ്സിൽ വേണം. എന്താ പ്രോബ്ലം? എന്താ? നമ്മൾ സാധാരണ ശ്വാസം വലിക്കുന്നു. ഒരു ദിവസം നിങ്ങൾ വലിക്കുന്ന ശ്വാസം എങ്ങനെയാ? ഇങ്ങനെ സാധാരണ ശ്വാസം വലിക്കുമ്പോൾ 1 ലിറ്റർ വായു പോലും അകത്തേക്ക് വലിക്കുന്നില്ല. ഈ ഓക്സിജനുള്ള വായു 1 ലിറ്ററോളം ചെല്ലുമ്പോൾ ആ അകത്ത് കുഴലുകൾക്കകത്തുള്ള 1 ലിറ്റർ നേരത്തെയുള്ള അധികം ഓക്സിജൻ ഇല്ലാത്ത, കാർബൺ ഡൈ ഓക്സൈഡ് അധികമുള്ള ആ വായു 1 ലിറ്ററോളം ശ്വാസകോശത്തിനകത്തേക്ക് പോകുന്നു. നമ്മൾ കുറച്ചുകൂടെ നീട്ടി വലിച്ചാൽ ഒരു 1.5 ലിറ്റർ വായു വലിച്ചിട്ടുണ്ടെങ്കിൽ കുഴലിൻ്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ മിക്സ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് അധികമുള്ള വായു എയർ സാക്കുകളിലേക്ക് പോകുന്നു. വലിച്ച വായു കുഴലിലേക്ക് നിറയുന്നു. ഇവിടെയാണ് ബ്രീത്തിങ് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഡീപ്പ് ബ്രത്ത് എടുക്കുന്നു, ഒരു 3 ലിറ്റർ അകത്തേക്ക് വലിക്കുന്നു വിചാരിക്കുക. ഇപ്പോൾ 1.5 ലിറ്റർ വായു കുഴലിൽ നിറഞ്ഞു, ഓക്സിജനുള്ള 1.5 ലിറ്റർ വായു എയർ സാക്കുകളുടെ അകത്തേക്ക് പോയി. ആ ബലൂണുകളെല്ലാം വികസിച്ചു, അതിലേക്ക് ധാരാളം ഓക്സിജനുള്ള വായു ചെന്നു. ആ ഓക്സിജൻ രക്തക്കൊള്ളിന്റെ ഭിത്തികളിലൂടെ ബ്ലഡ് സെൽസിനകത്തേക്ക് കടക്കുന്നു, RBCയിലേക്ക് കയറി എല്ലായിടത്തേക്കും പോകുന്നു. ഇനി നമ്മൾ ശ്വാസം നീട്ടി പുറത്തേക്ക് വിടുന്നു. അത് വായിലൂടെയാകാം, മൂക്കിലൂടെയാകാം. മാക്സിമം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. നമ്മൾ ആദ്യം വലിച്ചപ്പോഴേക്കും ഓക്സിജനുള്ള വായു അത്ര അകത്തേക്ക് പോയി, ഇപ്പൊ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയി. സോ ബ്രീത്തിങ് എക്സസൈസ് നന്നായിട്ട് ചെയ്യുമ്പോൾ, ശ്വാസം നീട്ടി വലിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്രത്തോളം ഓക്സിജൻ ചെല്ലുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നുണ്ട് ചിന്തിക്കുക. സാധാരണ ശ്വാസം വലിക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചിന്തിക്കുക. സോ ശരിക്കും പറഞ്ഞാൽ മനുഷ്യജീവി ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാത്തവർ അന്ത്യശ്വാസം വലിക്കുമ്പോൾ മാത്രമാണ് ശരിക്കും മര്യാദക്കൊന്ന് ശ്വാസം വലിക്കുന്നത്. ഇത് തിരിച്ചറിയുക. സോ ഓരോ കോശങ്ങൾക്കും ജീവനോടെ ഇരിക്കാൻ വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം. ഇതിൽ എത്രത്തോളം നല്ല ഓക്സിജൻ, മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ഓക്സിജൻ വെച്ചു കൊടുക്കുന്നു. അവിടെയും ശ്വാസം നീട്ടി വലിച്ചാൽ ആ ഓക്സിജൻ ശ്വാസകോശത്തിലൂടെ രക്തത്തിലെത്തും എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വേണം. സോ ഡീപ് ബ്രീത്തിങ്ങിന്റെ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഈ ഓരോ വ്യായാമങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഒപ്പം എന്തിനാണ് നീട്ടി ശ്വാസം വലിച്ച്, അതും മൂക്കിലൂടെ നീട്ടി പുറത്തേക്ക് വിടുന്ന എന്തിനാണ് ചിന്തിക്കുക. ഈ മൂക്കിലൂടെ വലിക്കാൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ വായു അറകൾ, സൈനസുകൾ, അതൊരു എയർ കണ്ടീഷണർ പോലെയാണ്.
പൊടി ഇതെല്ലാം വൃത്തിയാക്കുന്നത് കൂടാതെ തണുത്ത വായുവിനെ ചൂടാക്കും, ചൂടുവായുവിനെ തണുപ്പിക്കും സൈനസുകൾ എന്നാണ് പറയുക. സോ ഇതെല്ലാം അറിയണം ശരിക്കും. പക്ഷേ എത്രയോ വർഷങ്ങളായി നിങ്ങൾ ശ്വാസം വലി, പക്ഷേ കൃത്യമായിട്ട് ശ്വാസം വലിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരാൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം, 1 ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ, ഇങ്ങനെ പല കണക്കുകൾ പലതും പറയും. പക്ഷെ എല്ലാം തെറ്റാണ്. കാരണം നമ്മൾ വേനൽക്കാലത്ത് കുടിക്കുന്ന അളവിലല്ല മഴക്കാലത്ത് വെള്ളം കുടിക്കേണ്ടത്. പൊരിവെയിലത്ത് പാടത്ത് വേർത്ത് കുളിച്ചു പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ഒരാൾ, ദിവസം മുഴുവൻ അധ്വാനിക്കുന്ന ഒരാൾ, അയാൾ കുടിക്കുന്ന വെള്ളമാണോ AC റൂമിലിരുന്ന് ലാപ്ടോപ്പിലോ മൊബൈലിലോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ കുടിക്കേണ്ടത്? സോ ഇതിൻ്റെ അളവുകൾ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? പലതും ചിന്തിച്ചിട്ട് പോലുമല്ല അത്. നമ്മൾ വായിലൂടെ അല്ല വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കേണ്ടത്. വായിലൂടെ കുടിച്ച വെള്ളം ശരീരത്തിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. ആ വെള്ളം വയറ്റിൽ ചെന്നു, ചെറുകുടലിൽ ചെന്നു, ചെറുകുടലിൽ നിന്നും ബ്ലഡിലേക്ക് കയറി, ഇത് ബ്ലഡിലൂടെ ഒഴുകിപ്പോയി എല്ലാ കോശങ്ങൾക്കും വെള്ളം കൊടുത്തു. എല്ലാ കോശങ്ങളിലും വെള്ളം ആവശ്യത്തിന് ഉപയോഗിച്ച് ദിവസത്തിലെ പ്രത്യേകതയ്ക്കനുസരിച്ച് ജോലിക്കനുസരിച്ച് വേർക്കാതിരിക്കാം. എല്ലാ കോശങ്ങൾക്കും വെള്ളം കൊടുത്തതിന് ശേഷം അധികമുള്ള വെള്ളമാണ് നമ്മുടെ കിഡ്നികളിലൂടെ ഫിൽട്ടർ ചെയ്ത് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്നത്. സോ വാസനയൊന്നും കൂടാതെ മൂത്രം തെളിഞ്ഞു പോകുന്ന അളവിലല്ലേ വെള്ളം കുടിക്കേണ്ടത്? ഓവർലോഡ് വെള്ളം കുടിച്ചാൽ നല്ലതാണെന്ന് വിചാരിച്ച് കുടിക്കുന്നവരുണ്ട്. പക്ഷേ ഓവർലോഡ് വെള്ളം കിഡ്നികളെ കേടാക്കുന്നതാണ് നെഫ്രോളജിസ്റ്റുകൾ പറയുന്നത്. റൈറ്റ്. അതേസമയം വെള്ളം കൂടി കുറഞ്ഞാൽ എന്ത് പറ്റും? ഡീഹൈഡ്രേഷൻ കൊണ്ട് എല്ലാ കോശങ്ങൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ വേറെ, കൂടാതെ മൂത്രത്തിൽ കല്ലുണ്ടാവുന്നത്, കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുന്നത്, മോൾബാറ്റ് സ്റ്റോൺസും പാൻക്രിയാറ്റിക് സ്റ്റോൺസും എല്ലാം സ്റ്റോൺ ഫോർമേഷൻ സാധ്യത കൂട്ടുന്നു. മാത്രമല്ല മൂത്രത്തിൽ പഴുപ്പിന്റെ ഏറ്റവും കൂടുതൽ കാരണം വെള്ളം കൂടിയുടെ കുറവുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത് ധാരാളമായിട്ട് വരുന്നത്. പ്രമേയ രോഗിയാണെങ്കിൽ എപ്പോഴും മൂത്രത്തിൽ പഴുപ്പ് വരാനും അത് സ്പ്രെഡ് ചെയ്ത് ഒരു കിഡ്നി ഇൻഫെക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നോക്കണം. സോ അത് മാത്രം ഒരു പ്രായം കഴിയുമ്പോൾ ഈ ദാഹം അത്ര നന്നായിട്ട് വരില്ല. ഡീഹൈഡ്രേഷൻ നമുക്ക് മനസ്സിലാവില്ല പലപ്പോഴും. സോ ഒരു പ്രായം കഴിഞ്ഞ ആളുകൾ എപ്പോഴും മൂത്രം തെളിഞ്ഞു പോകുന്ന അളവിൽ വെള്ളം കുടിച്ചിരിക്കണം. ഞാനിവിടെ 2 കാര്യമാണ് പഠിപ്പിച്ചത്. 1, എങ്ങനെ വെള്ളം കുടിക്കണം. 2, എങ്ങനെ മൂത്രം ഒഴിക്കണം. എത്ര വർഷങ്ങളായി നിങ്ങൾ ഇതെല്ലാം തുടങ്ങിയിട്ട്, പക്ഷെ നിങ്ങൾക്കിത് ശരിയായിട്ട് ഈ വെള്ളത്തിൻ്റെ അളവോ അല്ലെങ്കിൽ ആ മൂത്രം തെളിഞ്ഞു പോകുന്നതിൻ്റെ ഗുണം എന്തെന്നറിയില്ല. ആ ഓവർലോഡ് കുടിച്ചാൽ കിഡ്നി കേടാകുന്നുള്ളതും, ആവശ്യത്തിന് കുടിക്കാതെ മൂത്രം പാസ് ചെയ്തില്ല എങ്കിൽ മൂത്രത്തിൽ പഴുപ്പുണ്ടാവും, കിഡ്നി സ്റ്റോൺസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള ചിന്തയും എപ്പോഴും മനസ്സിൽ വേണം. ഓരോ ജീവിക്കും ജീവിക്കാൻ അത്യാവശ്യം വേണ്ടതാണ് വായു, വെള്ളം, ഭക്ഷണം. ഇതിൽ ഭക്ഷണത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട്. സോ അടുത്ത വീഡിയോയിൽ ഞാൻ ഭക്ഷണത്തെക്കുറിച്ച് പറയാം. ഓക്കെ.